ഈസി ആയിട്ടൊരു ക്രീമി വൈറ്റ് ചീസ് പാസ്ത റെഡിയാക്കി എടുത്താലോ അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുക. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു പാസ്തയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 100% സൂചി വെച്ചിട്ട് തയ്യാറാക്കുന്ന പാസ്തയാണ്. 0% ആണ് മൈദ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ തിളച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. കുറച്ച് ബോൺലെസ് ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി എടുത്തിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന സമയത്ത് 1/4 കപ്പ് ആ ഒരു പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് 1 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുക. 2 സ്ലൈസ് ചീസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് വേവിച്ചിട്ട് ഇതേപോലെ പിച്ചി ചിക്കനും കുറച്ച് സ്വീറ്റ് കോണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാസ്തയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലെക്സ് കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഈ ഒരു ക്രീമി രൂപത്തിലായി വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കുക. അടിപൊളിയാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.